തെലങ്കാനയെ നടുക്കിയ 6 പേരുടെ കൂട്ടക്കൊലപാതക കേസിൽ നാടകീയ വഴിത്തിരിവ്. സ്വന്തം ഭാര്യയെയും 2 മക്കളെയും ഉൾപ്പെടെ 6 പേരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രതി രാജ്കുമാർ പാർവതിയുടെ മൃതദേഹം വിഷം കഴിച്ച് മരിച്ച നിലയിലാണ് നാട്ടുകാർ കണ്ടെത്തിയത്. പ്രതിക്കായി പോലീസിന്റെ 10ഓളം പ്രത്യേക സംഘങ്ങൾ വൻ തെരച്ചിൽ നടത്തിയതിനൊടുവിലാണ് മരണം. തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് പെൻജർല ഗ്രാമവാസികൾ വനപ്രദേശത്തോട് ചേർന്ന സ്ഥലത്ത് അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് മരിച്ചത് കൂട്ടക്കൊലപാതക കേസ് പ്രതിയായ രാജ്കുമാറാണെന്ന് സ്ഥിരീകരിച്ചത്. മൃതദേഹത്തിന് സമീപത്തുനിന്ന് വിഷക്കുപ്പിയും പോലീസ് കണ്ടെടുത്തു. പിടിക്കപ്പെടുമെന്നുറപ്പായതോടെ പ്രതി സ്വയം ജീവനൊടുക്കിയതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. വെള്ളിയാഴ്ച രാത്രിയാണ് തെലങ്കാനയെ പിടിച്ചുലച്ച കൂട്ടക്കൊലപാതകം അരങ്ങേറിയത്. ഷാബാദ് മണ്ഡലിൽ താമസിക്കുന്ന രാജ്കുമാർ സ്വന്തം ഭാര്യയെയും 2 മക്കളെയും കൊലപ്പെടുത്തിയ ശേഷം അയൽവാസികളായ മറ്റൊരു കുടുംബത്തിലെ 3 പേരെ കൂടി ക്രൂരമായി വെട്ടിക്കൊല്ലുകയായിരുന്നു. ഈ കുടുംബത്തിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ശല്യം ചെയ്തതിന് രാജ്കുമാറിനെതിരെ ഇവർ പോക്സോ കേസ് നൽകിയിരുന്നു. ഈ വൈരാഗ്യമാണ് കൂട്ടക്കൊലയിലേക്ക് നയിച്ചത്. അതീവ ആസൂത്രിതമായിട്ടായിരുന്നു കൊലപാതകം. പിടിയിലാകാതിരിക്കാൻ പ്രതി സ്വന്തം വാഹനം ഒഴിവാക്കി വാടകയ്ക്കെടുത്ത കാറിലാണ് കൊലപാതകം നടത്താനെത്തിയത്. കൃത്യത്തിനുപയോഗിച്ച കത്തി ആഴ്ചകൾക്ക് മുൻപേ വാങ്ങി സൂക്ഷിച്ചതാണെന്നും പോലീസിനെ വെട്ടിക്കാൻ 4 മൊബൈൽ ഫോണുകളും 16 സിം കാർഡുകളുമാണ് പ്രതി ഉപയോഗിച്ചിരുന്നതെന്നും കണ്ടെത്തിയിരുന്നു. കൊലപാതകത്തിന് ശേഷം കാറിൽ രക്ഷപ്പെട്ട പ്രതിയുടെ വാഹനം തിമ്മാപ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഇന്ധനം തീർന്ന് നിലയ്ക്കുകയായിരുന്നു. തുടർന്ന് റെയിൽവേ ട്രാക്കിലെത്തിയ പ്രതി ട്രെയിനിനു മുന്നിലേക്ക് ചാടി ജീവനൊടുക്കാൻ തീരുമാനിച്ചെങ്കിലും അവസാന നിമിഷം പിന്മാറി ഓടി രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. പ്രതി ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ചെയ്തതിനാൽ സൈബർ സെല്ലിന് പ്രതിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി തങ്ങളെ അപായപ്പെടുത്തുമെന്ന് കൊല്ലപ്പെട്ട കുടുംബം പലതവണ പരാതിപ്പെട്ടിട്ടും ഷാബാദ് പോലീസ് ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിച്ചില്ലെന്ന് ആക്ഷേപമുയർന്നിരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയെ തുടർന്ന് സബ് ഇൻസ്പെക്ടറെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടുകയും പോലീസിന് പുറമെ കളക്ടറുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. പ്രതിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 2 ലക്ഷം രൂപ പ്രതിഫലവും പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടയിലാണ് പ്രതിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുന്നത്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.